യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ അർച്ചന വൈകാമാടോറ്റ് അടുപ്പം കാണിച്ച് വീണ്ടും കൂടെ കൂടിയെന്ന് സുന്ദരി അറിഞ്ഞപ്പോ തന്നെ അവള് പ്രശ്നം ഉണ്ടാക്കുമെന്ന് സുന്ദരിക്ക് മനസ്സിലായി. അർച്ചനയുടെ നീക്കത്തിന് തടയാൻ വേണ്ടിയാ സുന്ദരി ഒരു ദിവസം എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എനിക്ക് ജോണിയെ കൊണ്ടൊരു സഹായം വേണമെന്നുള്ളത് കൊണ്ടാ. എന്ത് സഹായം വേണമെങ്കിലും സുന്ദരിക്ക് ഞാൻ ചെയ്തു തരാം. കാരണം ജോലി ചെയ്ത് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകാ മാഡത്തിന്റെ കമ്പനിയിൽ സുന്ദരി ഒരു ജോലി വാങ്ങി തന്നതുകൊണ്ട് മാത്രമാണ്. എന്റെ ചേട്ടായും പോയി, ആ ജോലിയും പോയി. സത്യം പറഞ്ഞ ഇപ്പോഴാ പട്ടിണി എന്താന്ന് ഞാൻ അറിഞ്ഞത്. ചേട്ടായി ഉള്ളപ്പോ ഒരു നേരം പോലും എന്നെ പട്ടിണി കിട്ടിയിട്ടില്ല. എല്ലാം മാറും ജോണി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ജോണിക്ക് എന്തെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി തരാം. സുന്ദരി വിളിച്ചപ്പോ ഓടി വന്നത് എന്തെങ്കിലും സഹായം ചോദിക്കാനൊന്നും അല്ല. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞാനത് ചെയ്തോളാം. ജോണിക്ക് നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന അർച്ചനെ ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. സുന്ദരിയുടെ അടുത്ത് എപ്പോഴും വഴക്കിടാൻ വരുന്ന അർച്ചനയല്ലേ? ആ അർച്ചന തന്നെ. എന്താ സുന്ദരി, വീണ്ടും അവള് പ്രശ്നത്തിനെങ്ങാനും വന്നോ? പ്രശ്നം എനിക്കല്ല ജോണി, അവളിപ്പോ വൈകാ മാഡത്തിന്റെ കൂടെ കൂടിയേക്കുവാ. മാഡത്തിന് സോപ്പിട്ട് ആ വീട്ടിൽ അവൾ കയറി പറ്റിയിരിക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല. അത് ഉറപ്പല്ലേ? എന്തോ കുത്തിത്തിരിപ്പ് അവളുടെ ഉള്ളിലുണ്ട്. അത് കണ്ടുപിടിക്കാന്നുള്ളതാ ജോണിയെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി. നോക്ക്, ഏതെങ്കിലും വിധത്തിൽ ഇനിയിപ്പൊ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടായാ പോലും നീ അർച്ചനയോടൊപ്പം ചേരണം. എന്നിട്ട് അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഉറപ്പായിട്ട് ഞാനത് കണ്ടുപിടിച്ചിരിക്കും സുന്ദരി. എന്നാ പോയ്ക്കോ. അപ്പൊ എന്നെ വിവരങ്ങൾ അറിയിച്ചാ മതി. അത്യാവശ്യം ചെലവിനുള്ള പൈസ ഞാനിപ്പോ തരാം. അതിപ്പോ പൈസ ഒന്നും തന്നില്ലെങ്കിലും സുന്ദരിക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. അർച്ചന തന്ത്രത്തിൽ ഇവിടെ കയറിപ്പറ്റിയതേ സാറിനെയും വൈകാ മാഡത്തിനെയും തമ്മിൽ പിരിക്കാനാണ്. എന്നെങ്കിലും ഒരിക്കൽ അവൾ ഇവിടെ വന്ന് സത്യം വിളിച്ചു പറയുന്നു അറിയായിരുന്നു. അത് പൊളിക്കാൻ വേണ്ടി സുന്ദരി കാണിച്ച ബുദ്ധിയായിരുന്നു എന്നെ അർച്ചനയുടെ അരികിലെത്തിച്ചത്. അർച്ചന പറയുന്നതെല്ലാം തലയാട്ടി നിന്ന് കേട്ടോളൊന്നും. സമയാകുമ്പോ കാല് വാരണമെന്നാ സുന്ദരി ഈ ചട്ടം കെട്ടിയത്. അതുകൊണ്ടാ സാറേ ഞാൻ പറഞ്ഞത്. സാറ് നന്ദി കാണിക്കേണ്ടതേ എന്നോടല്ല, ഒരു വലിയ അപകടത്തിൽ നിന്ന് സാറിനെ രക്ഷിച്ച സുന്ദരിയോടാണ്. അല്ലാതെ എനിക്കൊന്നും വേണ്ട സാറേ, ഞാൻ പോവുക. ചാവാനാണ് കാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവരൊരു വണ്ടിയുടെ മുമ്പിൽ ചാടിയാൽ പോലും അതൊരു പരാജയപ്പെട്ടവളുടെ വണ്ടിയുടെ മുന്നിലാവില്ല. എന്തൊക്കെയായിരുന്നു വെല്ലുവിളികള്. കുറെ പരിഹാസം ഉണ്ടായിരുന്നല്ലോ എന്റെ മുഖത്ത് നോക്കി. എന്താടി, കളിയാക്കാൻ വന്നതാണോ? അയ്യോ, കളിയാക്കാനോ? B&B ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ CEO ഇൻചാർജിനെ കളിയാക്കാനുള്ള സ്ഥിതിയൊന്നും എനിക്കില്ല മാഡം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് കേട്ടിട്ടുണ്ടോ മാഡം? അതൊരു കല്ലെറിയുന്ന കഥയാ. അങ്ങനെ ഞാൻ എറിഞ്ഞൊരു കല്ലാണ് നീ മങ്കി ജോണി എന്ന് വിളിക്കുന്ന എന്റെ ജോണി. നീ ഏത് വഴിയൊക്കെ പോകും, എന്തൊക്കെ ചെയ്യും, ആർക്കൊക്കെ ഇട്ട് പാര വയ്ക്കും, ആ പാരകളുടെ മൂർച്ച എങ്ങനെയൊക്കെ കുറയ്ക്കാം, ഇതിലൊക്കെ ഗവേഷണം നടത്തുമായിരുന്നു ഞാൻ.
ഈ ജോണി ചേട്ടനെ ഒരു കുഴപ്പമുണ്ട്. കണ്ട ബുദ്ധിക്ക് ലേശം കുറവുണ്ടെന്ന് തോന്നും. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. നല്ല ബെസ്റ്റ് ആക്ടറാ. പുള്ളിക്കാരൻ നിന്റെ കൂടെ നിന്ന് നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചു. എന്നാലും ഇത്രയും ബുദ്ധിയുള്ള മാഡം ആ നടന്റെ മുന്നില് അടപടലം വീണുപോയല്ലോ. കഷ്ടായിപ്പോയി. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായെന്ന് പറഞ്ഞതുപോലെയായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മാഡവുമായിട്ട് ചങ്ങാത്തം കൂടുന്നു, മനസാക്ഷി സൂക്ഷിപ്പുകാരിയാകുന്നു, സിഇഒ ആവുന്നു. ഇപ്പൊ മുൻകാല പ്രാബല്യത്തോടെ വീണ്ടും നട റോഡില്. ഞാൻ തോറ്റു എന്നാണ് നീ കരുതിയിരിക്കുന്നത്? ഇല്ല സുന്ദരി, ഇതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അവസാന വിജയം എന്റേത് തന്നെ ആയിരിക്കും. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ ദൈവം വിധിച്ച എല്ലാവരുടെയും ആത്മവിശ്വാസം ഇത് തന്നെയായിരിക്കും. തിരിച്ചു വരാനുള്ള അവസാന കച്ചിത്തുരുമ്പം നഷ്ടപ്പെടുന്നവരെയും മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കണം. സമ്പൂർണ്ണ പരാജയം അതുകൊണ്ട് മാത്രമേ നിന്നെ പോലുള്ള അഹങ്കാരികൾ പഠിക്കൂ. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്ക് വൈഗ മാഡത്തെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അനുവദിക്കില്ല ഞാൻ. നിന്റെ വൈഗ മേഡം കരഞ്ഞു നിലവിളിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുള്ള കഴിവ് ഇപ്പോഴും ഉണ്ടടി എനിക്ക്. എടി പൊന്നു മോളെ, ആ കഴിവ് നീ ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോയി മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞില്ലേ, അതായിരിക്കും അർച്ചന നിന്റെ വിധി. സമ്പൂർണ്ണ പരാജയം. നീ കാത്തിരുന്നോ. കാർത്തി, 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 അമ്മേ, അമ്മേ, കാർത്തി, അയ്യോ, അമ്മേ, 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 കാർത്തി, മായ, 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 കാർത്തി, മായ, മായ, കാർത്തി, മായ, അയ്യോ മേഡം, എന്താ പറ്റിയേ? കാർത്തിയെ വിളിക്കും മായ. വേഗം. സാറിപ്പോ കാറെടുത്ത് പോയതേ ഉള്ളൂ. ഫോണിങ് എടുക്ക്. മാഡം, ഈ ഫോൺ ഓഫായി പോയല്ലോ. അതോ ലോക്ക്ഡൌണോ? ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോണിൽ ഞാൻ സാറിനെ വിളിക്കാം. അയ്യോ, ഫോൺ കാണുന്നില്ലല്ലോ. ഇതെവിടെയാ കൊണ്ടുവച്ചത്? മായ, മായ,
അയ്യോ